കേരള വന ഭേദഗതി ബില്ലിന് ഗവർണർ അംഗീകാരം നൽകിയതായി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ. ഭേദഗതിയോടെ സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം മുറിക്കാനും വനംവകുപ്പ് മുഖേന വിൽപ്പന നടത്താനും ഉടമയ്ക്ക് അനുമതി ലഭിക്കും. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, ഈ സ്വന്തം സ്ഥലത്ത് ചന്ദനമരമുള്ള ഭൂവുടമകൾക്ക് ഇത് ആശ്വാസമാണ് ഈ നിയമം. എന്തൊക്കെ വ്യവസ്ഥകളാണ് ഈ ഭേദഗതിയിൽ പറയുന്നത്? ഇതിലൊരു 64 വർഷത്തെ പഴക്കമുള്ള ഒരു നിയമം സംസ്ഥാനം ബില്ലിലൂടെ ഭേദഗതി ചെയ്തു. ആ ഭേദഗതി നിയമത്തിനെ ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞു, അംഗീകാരം നൽകിയിരിക്കുന്നു. ഇതിലൂടെ ഏറ്റവും നിർണായകമായ കാര്യം ചന്ദനമരം ഒരു പൊതു സ്വത്ത് എന്നുള്ള നിലയിൽ നിന്നും സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം സ്വകാര്യ സ്വത്തായി മാറുന്നു എന്നുള്ളതാണ്. അതായത് ചന്ദനമരം ഉള്ളവർ വീട്ടിൽ നിന്നും ചന്ദനമരം മോഷണം പോയാൽ അവർക്കെതിരെ പോലീസ് കേസെടുക്കുന്ന, ഭൂ ഉടമയ്ക്കെതിരെ കേസെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുന്നു. ചന്ദനമരം സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്കത് വിൽപ്പന നടത്താൻ, വനം വകുപ്പ് മുഖേന വിൽപ്പന നടത്താൻ വേണ്ടിയുള്ള വ്യവസ്ഥയുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മലയോര മേഖലയിലെ വന അതിർത്തി പങ്കിടുന്ന മേഖലയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ കാര്യമാണ്. കാരണം സ്വന്തം പറമ്പിൽ ഒരു ചന്ദനമരം ഉണ്ടെങ്കിൽ അതിന് കാവൽ നിൽക്കേണ്ട അവസ്ഥയിൽ നിന്നും മാറ്റം വരുന്നു. മറ്റൊരു നിർണായക തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഈ ഫോറസ്റ്റ് വാച്ചർമാർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നേരത്തെ ഉണ്ടായിരുന്നു. ആ 64 വർഷമായി ഉള്ള അധികാരം എടുത്തു കളയുന്നു എന്നുള്ളതാണ്. നിരവധി പരാതികൾ, സബ്ജക്ട് കമ്മിറ്റിയുടെ പരാതികൾ, ഇത്തരം പരാതികൾ പരിഗണിച്ചാണ് ഇത്. പ്രജിൻസി കണ്ണൻ. ദീപക് ധർമ്മമാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.